BJP കളം പിടിക്കുന്നു. മോദിക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് മോദിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന് മോദി തന്നെ പറയുന്നത് കേൾക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് തിരിച്ചടിയുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ കഴിഞ്ഞ വർഷം നടന്നത്. തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം ഒരു മ്ലാനതയിലേക്ക് പോയിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് BJP പോയിരുന്നില്ല. കാരണം NDA സർക്കാർ എന്ന രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരുന്നത്, BJP സർക്കാർ എന്ന രൂപത്തിലല്ല പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നേട്ടമുണ്ടായി. ഹരിയാനയിലുണ്ടായി, മഹാരാഷ്ട്രയിലുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പ് കൂടിയായപ്പോൾ ഡൽഹി 27 വർഷത്തിന് ശേഷം ലഭിക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ചിട്ടയായ ചില പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ RSSന് ചില അതൃപ്തികളുണ്ട്. മോദിയെ മാറ്റും എന്നുള്ള വിവരങ്ങളടക്കം ആ തരത്തിലുള്ള പ്രതികരണങ്ങളടക്കം പല ഭാഗത്തുനിന്നും വന്നിരുന്നു. BJPക്ക് അകത്ത് തന്നെ മോദി വിരുദ്ധ നിലപാടെടുക്കുന്നവരുണ്ട് എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി മോദി തന്നെയാണ് നേതാവ്, മോദി തുടരും എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ സ്ട്രാറ്റജി പറയുമ്പോൾ RSSൻ്റെ സ്ട്രാറ്റജി കൂടി ചേർന്നാണ് ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അത് മൈക്രോ മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. അത് ഈ മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കുന്ന പറഞ്ഞല്ലോ, ചില മണ്ഡലങ്ങളിൽ വോട്ട് അധികമായി ചേർക്കുന്നു, ചിലതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. അത് ഈ ചേരികളിലൊക്കെ ഓരോ പാർട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്നവരാരൊക്കെയെന്ന് കണ്ടെത്തി. അതിൽ കോൺഗ്രസിനെ സഹായിക്കുന്നവർ, ആപ്പിനെ സഹായിക്കുന്നവരൊക്കെ കണ്ടിരുന്ന അവരെ അവിടെ നിന്ന് മാറ്റും. ഇങ്ങനെയാണത് ചെയ്തു വന്നത്. ഓരോ ബൂത്തുകളിലും പ്രവർത്തനം കൃത്യമായി നടപ്പാക്കി, ഓരോ വീടുകളിലും നടപ്പാക്കി. ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ BJP നേട്ടമുണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ മഹാരാഷ്ട്രയിൽ തുടങ്ങിയ തന്ത്രമാണ്. ആ തന്ത്രം നമ്മൾ തൃശ്ശൂരിൽ നേരത്തെ കണ്ടു. അതിനി അങ്ങോട്ട് തുടർച്ചയുണ്ടാകുമെന്ന് തന്നെ കരുതണം. ബീഹാറിലും നമ്മളിപ്പോൾ ഇതിൽ ബജറ്റിലെ പ്രഖ്യാപനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്നത്. ബീഹാറിലും ബജറ്റിലെ പ്രഖ്യാപനം നമ്മൾ കണ്ടതാണ്. ഈ ബജറ്റല്ല, അതിനു മുന്നത്തെ ബജറ്റിൽ ബീഹാറിന് വലിയ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ബീഹാറിനും ഈ തരത്തിൽ വാരിക്കോരി സൗജന്യങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ആ നിലയ്ക്ക് ഓരോ സംസ്ഥാനത്തെയും പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അതിതീവ്ര നിലപാടുകളോ അത്തരം പ്രതികരണങ്ങളും പ്രസംഗത്തിലൊന്നും നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞു. ആകെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം മാത്രമാണ് നമ്മൾ കണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡൽഹിയിൽ അതിൻ്റെ ആവശ്യമില്ല. ആം ആദ്മി പാർട്ടിയും ആ തരത്തിലുള്ള സമീപനം എടുക്കുന്ന പാർട്ടി, അവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഉപയോഗിക്കാതിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിധി വന്ന ശേഷം വേഗം ആ നിലപാടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ മുസ്തഫാബാദിൻ്റെ പേര് മാറ്റി ശിവപുരി അല്ലെങ്കിൽ ശിവ് വിഹാർ ആക്കുമെന്നാണ് ഇപ്പോൾ നിയുക്ത MLA പറയുന്നത്, മോഹൻ സിംഗ് ബിഷ്ട് പറയുന്നത്. അതിന് പറയുന്ന കാര്യം അവിടെ 60% മുസ്ലിംസ്, 40% ഹിന്ദുവാണുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് അവിടേക്ക് ആരും താമസിക്കാൻ വരുന്നില്ല. ആ പേരുണ്ടെങ്കിൽ ആളുകൾ അവിടേക്ക് താമസിക്കാൻ വരുന്നില്ല, അത് മാറ്റേണ്ടി വരുമെന്നാണ് പറയുന്നത്. വേറെയും ചില പേരുമാറ്റങ്ങൾ ഇപ്പോൾ അജണ്ടയിലുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ആ രൂപത്തിലേക്ക് ഡൽഹി മാറും. ഇതേ സമയം അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് തമ്മിൽ അടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യ മുന്നണി എന്നുള്ളത്, ആ സഖ്യം ഇനി മുന്നോട്ട് പോകുമോ എന്ന രൂപത്തിലേക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിവിധ പാർട്ടികൾ വന്നു കഴിഞ്ഞു. അവിടെ ആപ്പിനെ പിന്തുണച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വന്നു. രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം കുഴപ്പമാണ് എന്ന് പറഞ്ഞു. ഇനി ബീഹാർ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും എന്താകും സാഹചര്യം എന്നറിയില്ല. രാഹുലാണോ നയിക്കേണ്ടത് എന്ന ചർച്ചയിലേക്ക് വരുമോ എന്നറിയില്ല. അപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ളത് എത്രത്തോളം നല്ല രൂപത്തിൽ പോകുന്നു, അവിടെ ഓരോ പാർട്ടിക്കും അവനവൻ്റെ വീഴ്ചകൾ പരിശോധിക്കുന്നതിനപ്പുറം BJPയെ തോൽപ്പിക്കാൻ ഒരുമിച്ച് നിന്നാലല്ലാതെ സാധ്യമാകില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഇനി ഓരോ ഘട്ടത്തിലും ഉണ്ടാകേണ്ടതാണോ? ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്ന പാഠം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പാഠം പഠിക്കാൻ തയ്യാറാകുമോ? കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു. ഇപ്പോൾ CPM പോലും അത് പറയുകയാണ്. CPM തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ബീഹാറിൻ്റെ കാര്യത്തിൽ എന്താണ് നിലപാടെടുക്കുക? ഇപ്പോൾ ബംഗാളിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്, ബംഗാളിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബംഗാളും ഇനി ഞങ്ങളത് പിടിക്കാൻ പോകുന്നു എന്ന് സുവേന്ദു അധികാരി പറയുകയാണ്. ഇതേ രൂപത്തിൽ തന്നെ പിടിക്കുന്നത്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ നേരത്തെ തന്നെ അത് കൃത്യമായി അവിടെ വേണ്ട തന്ത്രങ്ങൾ എന്ത് എന്നാലോചിച്ച് നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയിൽ ഇനി ആം ആദ്മി പാർട്ടിക്ക് ഇനി ആയുസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഉണ്ടായതുപോലുള്ള വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി പ്രധാനപ്പെട്ട നേതാക്കളെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. ഇനി അടുത്തത് BJP ചെയ്യാൻ പോകുന്ന പഞ്ചാബിൽ ആപ്പിനെ തകർക്കുക എന്നുള്ളതാണ്. ഭഗവത് മനുവായി ഇപ്പോൾ അമിത്ഷാ ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. ആ രൂപത്തിൽ കൂടി ആ പാർട്ടിയെ അടപടലം പൊളിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിൽ ആ പാർട്ടിക്കുള്ള സ്വാധീനം, അവിടെ കൂടുതൽ അംഗങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കുക എന്നുള്ളത് BJP ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചാബിലാണ് ഇനി അടുത്ത കാണാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിയെ വിഭജിക്കുക അല്ലെങ്കിൽ അവരെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ത്യ മുന്നണി അത് മനസ്സിലാക്കി പെരുമാറുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അപ്പം നോക്കുമ്പോൾ ഇപ്പോൾ കളം പിടിച്ചിരിക്കുന്നു, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന ക്ഷീണം മറികടന്നിരിക്കുന്നു BJP എന്നുള്ളതാണ്. മോദിയും പഴയ രൂപത്തിലേക്ക് പ്രതികരണങ്ങളിലേക്കും ആത്മവിശ്വാസമുള്ള പ്രസംഗങ്ങളിലേക്കും എത്തിയിരിക്കുന്നു.
Meet the editors.